ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആവശ്യമില്ല എന്ന് കരുതുന്ന ഐറ്റംസാണ്. ഇതുപോലെയുള്ള ബോട്ടിലുകൾ അല്ലേ, ഇത് ഡിറ്റർജൻറ്റിൻ്റെ ബോട്ടിലാണ്. ഇങ്ങനെ ഒരുപാടെണ്ണം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പലതും ഇത് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഒരു കിടിലൻ ഐറ്റമാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഷോപ്പ് കീപ്പറുകൾ, പിന്നെ നമുക്ക് ജാമൊക്കെ കൊണ്ടുവരുന്ന കുഞ്ഞ് ബോക്സുകൾ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ഡബ്ബ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഐഡിയാസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ജാമൊക്കെ കൊണ്ടുവരുന്ന ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ബോക്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ബോക്സുകൾ വെച്ചിട്ട് മക്കൾക്ക് നല്ലൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒട്ടും ക്യാഷ് ചിലവില്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു ഡബയിൽ നിന്നും ലിഡിൽ നിന്നൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലിഡ് നമുക്ക് ആ ഒരു ഡബയിലൊന്ന് ഒട്ടിച്ചെടുക്കണം, ഊരി പോരാത്ത വിധത്തിൽ. അപ്പോൾ ഞാനിതിൽ ഫ്ലെക്സ് കിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിതാ ഈ ആ ലിഡിൽ നന്നായിട്ട് ഫ്ലെക്സ് കിക്കൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നല്ലപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ഒരു കുഞ്ഞു ഹോൾ ആ ലിഡിലൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കത്തി ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കത്തി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ആ ലിഡിൽ ഇതേപോലെ ഒന്ന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഹോളല്ല, ഞാൻ ഈ ഒരു നീളത്തിലാണ് ഇട്ട് കൊടുത്തുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. നമ്മൾ വെറുതെ ക്യാഷൊക്കെ കൊടുത്തിട്ട് ഇതുപോലെയുള്ള ഐറ്റം ഒന്നും വാങ്ങാതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഡബ്ബ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും നമുക്ക് ക്യാഷ് ചിലവുമില്ല, നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യും. ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ചില്ലറകളൊക്കെ നമുക്കിതിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതിനായിട്ട് നമുക്ക് ക്യാഷ് മുടക്കേണ്ട ആവശ്യമില്ല. മക്കൾക്കും തന്നെ ഇൻട്രസ്റ്റ് ആവുകയും ചെയ്യും. കുഞ്ഞു മക്കൾക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു യൂസേജ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് കവറാണ് കേട്ടോ. അപ്പോൾ ഇത് ദോശ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കവറാണ്. അത്യാവശ്യം തിക്കോട് കൂടിയിട്ടുള്ള ഒരു കവർ തന്നെയാണ് കേട്ടോ. ഇതുപോലെയുള്ള ഷോപ്പിംഗ് കവറുകളൊക്കെ നമുക്ക് കിട്ടലുണ്ട്. എന്നാൽ നമ്മളത് ഏതെങ്കിലും ഒരു കോർണറിൽ മടക്കി വെക്കുക അതല്ലെങ്കിൽ വലിച്ചെറിയാറൊക്കെയാണ് പതിവ്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് സീറോ ചിലവിൽ നല്ലൊരു ഓർഗനൈസർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കവറിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഫോൾഡ് ചെയ്ത് പാട് കാണുന്നുണ്ടാവും. അതിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബാക്ക് വശം വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് കട്ടാവാതെ നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം നടക്കാതെ വരും. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പോർഷൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സൈഡ് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറുഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സെൻറ്റർ ഭാഗത്ത് കുറച്ചൊന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ബാക്ക് സൈഡ് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ബാക്ക് പീസ് ഉണ്ടല്ലോ, അടിവശം വരുന്ന ഭാഗം, അതൊന്ന് മാറ്റി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ടിന് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ സൈഡിൽ രണ്ട് വശം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ഭാഗത്ത് എനിക്ക് ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് ഇൻസുലേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ അടിവശം വരുന്ന ഭാഗം ഉണ്ടല്ലോ ഒന്ന് മാറ്റി പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അടിവശത്തെ പീസ് കട്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു കവറിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടും. എനിക്ക് ഈ ഒരു അടിവശത്തെ പോർഷനിൽ ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, ഇൻസുലേഷൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതാ കീറിയ ഭാഗത്ത് ഞാനൊരു ഇൻസുലേഷൻ പീസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് അടിഭാഗത്തെ പീസാണ്, മേലെ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നിവർത്തി കൊടുക്കുന്നുണ്ട്. നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിലാണ് കിട്ടുക.
ഇനി ഇതാ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു ഭാഗവും അതിനുള്ളിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതൊന്ന് ഊരി മാറ്റുന്നുണ്ട് കേട്ടോ. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അഴിച്ച് മാറ്റാനായിട്ട് പറ്റും, പൊട്ടിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനതാ പിടിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ അടിവശത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് സ്റ്റാപ്ലെയർ അടിക്കുന്നുണ്ട്. അപ്പോൾ 3 ഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ സ്റ്റാപ്ലെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കോർണറിൽ തന്നെ 3 പിന്നാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്കൊന്നുകൂടെ അത് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തികച്ചും ഇത് ഓപ്ഷണലാണ്. അപ്പം ഞാൻ 3 സൈഡും പിന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം തിക്കും ഉണ്ട് കേട്ടോ ഇതിന്. ഇനി ഞാനിതിലേക്ക് ഒതുക്കി വെക്കാനായിട്ട് പോകുന്നത് ഷാളാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് സാധാ ഡ്രസ്സിൻ്റെ കൂട്ടത്തിലാണ് നമ്മളിത് വെച്ചത് വെച്ചാൽ തിരയുന്ന സമയത്തൊന്നും നമുക്ക് കിട്ടാറില്ല. കുറച്ച് വൈകിട്ടൊക്കെയാണ് ചിലപ്പോൾ കിട്ടുക അല്ലേ. അപ്പോൾ ഒത്തിരി സമയം നമുക്ക് ഇതിൻ്റെ പിറകെയായിട്ട് പോവാറുണ്ട്. എന്നാൽ ഇതേപോലെ നമ്മൾ ഒരു ബോക്സ് ഉണ്ടാക്കി അതിനുള്ളിൽ സെപ്പറേറ്റ് ചെയ്തൊന്ന് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിതാ ഓരോ ഷാളും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ ഒരുവിധം ഷാളെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബോക്സിനുള്ളിലേക്ക് ചിറ്റയോട് കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഷാൾ നമുക്കതിലേക്ക് ഒതുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയും എനിക്ക് അതിലേക്ക് വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ആ ഒരു ഊരി മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഹോൾഡർ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒത്തിരി നേരം നമ്മൾ തിരഞ്ഞ സമയമൊന്നും പോവണ്ട. നമ്മൾ എത്ര തിരക്ക് പിടിച്ച് പോവുകയാണെങ്കിലും പെട്ടെന്ന് നമുക്കത് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. ഞാൻ എടുത്തിട്ടുള്ളത് ഡിറ്റർജൻറ്റിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത് സാധാരണയായിട്ട് ഡിറ്റർജൻ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആക്രിക്കൊക്കെ കൊടുക്കാറാണ് പതിവ്. എന്നാൽ ഇതുപോലൊരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് കേട്ടോ അത് വെച്ചിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. ചെറിയ കിച്ചണും അതുപോലെ തന്നെ പാത്രമൊക്കെ വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഇല്ലാത്ത അവർക്കും അതുപോലെ തന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ സ്ഥലമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ ഐഡിയ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ബോട്ടിൽ നിന്ന് കുറച്ച് ഭാഗം നമുക്കൊരു പ്രത്യേക ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ഇഞ്ച് 1.5 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതാ മുഴുവൻ ഭാഗവും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാനായിട്ട് ഞാൻ കത്തി നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 2 സൈഡിലേക്ക് നല്ലപോലെ ഇറക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇനി ഞാൻ കട്ട് ചെയ്തതിനെ തൊട്ട് ചാരിയിട്ട് തന്നെ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം 1 ഇഞ്ച് മാറിയിട്ട് വേണം രണ്ടാമതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ വീണ്ടും കത്തി ചൂടാക്കിയതിന് ശേഷം കുറഞ്ഞ അകലത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ഭാഗവും നേരത്തെ നമ്മൾ ചെയ്ത അതിനോടൊപ്പം തന്നെ വീണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി ഇതൊന്ന് അടർത്തി മാറ്റാം, കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഞാനിതാ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് അവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ വേണം ബാക്കിയുള്ള ഭാഗങ്ങളും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് അത്രയും ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് വരുംതോറും നമുക്ക് ആ ഒരു സൈസ് കുറഞ്ഞു വരും കേട്ടോ. എന്നാലും നമ്മൾ ആ 2 സൈഡിലേക്ക് നന്നായിട്ട് കുഴിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പാത്രമൊക്കെ വെക്കാനുള്ള ഒരു ഓർഗനൈസറായിട്ട് ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗം കണ്ടില്ല ഇതേപോലെ നന്നായിട്ട് തന്നെ ഇറക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അടപ്പുകൾ, കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ആ ഒരു ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈസ് കുറഞ്ഞ ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കൂടി വരുന്നതിനനുസരിച്ച് വലിയ പാത്രങ്ങളായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഇതിൽ അത്യാവശ്യം പാത്രങ്ങൾ തന്നെ ഞാൻ ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പോലെ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുള്ളിലുള്ള ഗ്യാപ്പിലെല്ലാം നമുക്ക് ഇതേപോലെ കുഞ്ഞു പാത്രങ്ങൾ
ഇറക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇങ്ങനെയുള്ളൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന, കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.